പ്രശ്നം അല്ലെങ്കിൽ പ്രകോപിതനാകുന്ന അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് തോന്നി. പല സമയത്തും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ണി മനസ്സുകൊണ്ട് വിചാരിക്കാത്ത കാര്യമായിരിക്കും പുറത്തേക്ക് വരുന്നത്. പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലാകുകയും അതിനെ തുടർന്ന് പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പൊ ഈ വിവാദങ്ങളൊക്കെ ഒരു പരിധിവരെ സിനിമകളെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. പേടിയുണ്ടോ? എനിക്കോ? എനിക്ക് പേഴ്സണൽ ചോദ്യമാണ്. പേടിയുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, പേടിയില്ല എന്ന് പറഞ്ഞ പ്രശ്നമാണ്. അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അല്ല, ബ്രദറിന് അങ്ങനെ തോന്നുകയാണ് എനിക്ക് പേടിയുണ്ടെങ്കിൽ പേടിയുണ്ട്. ബ്രദറിന് തോന്നാന്ന് പേടിയില്ല എന്ന് വെച്ചാൽ എനിക്ക് പേടിയില്ല. Okay, next question. Last question. Last question. രാജുവേട്ടന് ശേഷം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നടന്റെ പേരായി കാണിച്ചിട്ടുണ്ട്. അത് റീജിയണൽ ലാംഗ്വേജിലുള്ള ഒരു പടമാണ്. അപ്പൊ അതിനോട് കുറിച്ചാണ്. അത് മാത്രമല്ല, പക്ഷേ ഈ പടത്തിൽ അഭിനയിക്കുമ്പോൾ മുൻനിർമുതൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ നാഷണൽ അപ്രിസിയേഷൻ കിട്ടാൻ പോകുന്ന നടനാണെന്ന് അറിയില്ലായിരിക്കും. ഗെറ്റ് സെറ്റ് ബേബി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സ്പെഷ്യലാണ്. ബിക്കോസ് വിനയ ഗോവിന്ദനോട് തൊട്ട് മുന്നേ ഒരു പടം ചെയ്യാനിരുന്നതായിരുന്നു. അപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞാണ് ഈ സിനിമ ചെയ്യുന്നത്. ഉണ്ണിയുടെ കൂടെയും ഈ പറയുന്നത് പോലെ ഒരുപാട് സിനിമകൾക്കുള്ള ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു. നമുക്കിപ്പം ചിലത് ചെയ്യാൻ പറ്റാറില്ല, ചിലത് ഡേറ്റ്സ് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ചിലത് എന്തെങ്കിലുമൊക്കെ സാഹചര്യം കാരണം അത് മാറിപ്പോകാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സിനിമ വന്ന് എല്ലാം കറക്റ്റായിട്ട് വന്നത്. സോ അങ്ങനെ ചെയ്തപ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് മാർക്കോ അത് കഴിഞ്ഞാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഉണ്ണി മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ എക്സൈറ്റഡ് ആണെന്ന് നമുക്കറിയായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായി കണ്ടു. ആ റിസൾട്ട് ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നു എന്ന് പറയുന്നത് സന്തോഷമാണ്.